ഹായ് ഹലോ. നമ്മളൊരു ഷോപ്പിങ്ങിനായിട്ട് പോവുക കേട്ടോ. അപ്പം നല്ല മഴ വരുന്നുണ്ടായിരുന്നു. കായംകുളത്തിനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആർത്തുല്ലസിച്ച് പോകുന്ന സന്തോഷം, വലിയ സന്തോഷമൊന്നും ഇല്ല കേട്ടോ. ഷോപ്പിംഗ് ആണെങ്കിൽ സാധാരണ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യമാണല്ലോ. എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ എത്ര ബോറടിച്ചിരുന്നാലും കാശും കൊണ്ട് പോയി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചാൽ ഉള്ള കാശെല്ലാം കളയും പോയി സന്തോഷം. എവിടുന്ന് വരുന്നത് എങ്ങനെ വരുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇപ്പോൾ പോകുന്നത് എനിക്കൊന്നും വാങ്ങാൻ വേണ്ടിയിട്ടല്ല, വെറുതെ വായി നോക്കി വായിട്ട് തിരിഞ്ഞ് കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് ഒരു വീട് പണിക്ക് ആവശ്യമായിട്ടില്ല കുറച്ച് സാധനങ്ങളൊക്കെ കായംകുളത്തിന് എടുക്കണമെന്ന് പറഞ്ഞിട്ട് പോവാണ്. പിന്നെ കായംകുളം വരെ എനിക്ക് അറിഞ്ഞൂടാ, നടന്ന് വരെ സൈക്കിളായിട്ട് വരെയും പോയിട്ടുള്ള മനുഷ്യൻ എന്തിനാണോ എന്തോ ഈ ഗൂഗിൾ മാപ്പൊക്കെ സെറ്റ് ചെയ്ത് വണ്ടിക്കകത്ത് വെച്ച് വലിയ ജാടയിലൊക്കെയാണ് പോക്ക് കേട്ടോ. ജസ്റ്റ് കായംകുളം വരെ പോകുന്നുള്ളൂ. അപ്പോൾ പോകുന്നത് വേറെ അങ്ങോട്ടും അല്ല, ഇവിടെ ഒരു പുതിയ കട തുടങ്ങിയിട്ടുണ്ട്. കിലോ ബസാർ എന്നാണ് അതിൻ്റെ പേര്. ഇത് പെയ്ഡ് പ്രൊമോഷൻ എന്നല്ല, എന്നെ ആര് പെയ്ഡ് പ്രൊമോഷന് വിളിക്കാനാണ്, അതും നിങ്ങൾ ചിന്തിക്കണം. അടുത്ത പോയിൻ്റ് ആക്കി. അപ്പോൾ ഈ പൊട്ടന് ഇവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഇവിടെ നമ്മുടെ ഹാർഡ്വെയർസ് ഇല്ലേ, അതായത് നമ്മുടെ ഈ പൈപ്പ് ഫിറ്റിങ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, പൈപ്പ് അങ്ങനെ എന്തോ കണ്ട സാധനങ്ങളൊക്കെ ഇല്ലേ, ഹാർഡ്വെയർസ് ആണ് തന്നെ. അതൊക്കെ ഇങ്ങനെ തൂക്കി കൊടുക്കും. നമ്മളിപ്പോൾ ഒരു പൈപ്പിന് MRP ഇട്ട് അങ്ങനത്തെ അല്ല റേറ്റിലല്ലേ കാശ് വാങ്ങുന്നത്. ഇവിടെ അങ്ങനെയല്ല, തൂക്കിയാണ് ആ ഗ്രാം. ഇപ്പം 150 ഗ്രാമാണെങ്കിൽ നമ്മൾ അതിന് 150 രൂപ കൊടുത്താൽ മതി. 1 ഗ്രാമിന് 1 രൂപ എന്നാൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വാഷ് ബേസിനും അതിൻ്റെ കണ്ണാടിയും ആ മിററും എല്ലാം കൂടെ സെറ്റായിട്ടാണ്. ആ സെറ്റൊക്കെ തൂക്കുമെന്ന്. അതൊന്നും തൂക്കത്തില്ല കേട്ടോ, തൂക്കാത്ത സാധനങ്ങളുണ്ട്. പക്ഷേ ഞാനിപ്പോൾ കാണിച്ച ആ സാധനമില്ലേ, അത് ഭയങ്കര ലാഭമാണ് കേട്ടോ. ഒരു 7000 രൂപയുള്ളൂ ആ ഒരു സെറ്റിന്. അപ്പോൾ നിങ്ങളാരെങ്കിലും വീടൊക്കെ പണിയുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ നോക്കിക്കോളൂ, നല്ല ലാഭമാണെന്ന് തോന്നുന്നു. അന്നപ്പോൾ ഒരു കൗതുകം മൂത്തിൽ ഞാനൊരു തൂക്കാനായിട്ട് ഒരു പൈപ്പ് എന്നെ ഏൽപ്പിച്ചു. ഞാൻ ആ ദൗത്യം വളരെ വിജയകരമായിട്ട് 150 ഗ്രാമെന്ന് തിരിച്ച് കൊണ്ടുവന്ന് അറിയിച്ചു കൊടുത്തിട്ട് എൻ്റെ ജോലി തീർത്തിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എന്തോരം ബോറടിക്കുന്ന നോക്കുന്നത്. പക്ഷേങ്കിൽ ബോറടിച്ചെങ്കിലും ചില സാധനങ്ങളൊക്കെ എൻ്റെ കണ്ണിലുടക്കി കേട്ടോ. എന്നാ അടിപൊളി സാധനം. അതിലൊന്നാമത്തെ സാധനമാണ് വേണ്ടി ഈ ഒരു ഷവർ സെറ്റ് കേട്ടോ. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞിട്ട് ഇതിൽ തുറന്ന് നമുക്ക് വീട്ടിൽ വാങ്ങിച്ച് വെക്കാം, നല്ല വിശാലമായിട്ട് കുളിക്കാമല്ലോ. പക്ഷേ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം ഒരു സെറ്റിന് 7500 രൂപ മറ്റേ ഉള്ളൂ. പിന്നെ മറ്റേ മെറ്റലിൻ്റെ ഒരു പീസ് കണ്ടിട്ടില്ലേ, അത് ഞാൻ ചെയ്യുമ്പോൾ 3 വീട് എടുക്കുന്നുണ്ട്, അന്നേരം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താണ് നോക്കുന്നത്, ഇവിടെയൊക്കെ ടാപ്പ് പിറക്കാണ് കേട്ടോ ഈ മനുഷ്യൻ. ഇതിലേക്ക് അവിടെ ടാപ്പും പിന്നെ അതിനകത്ത് വേറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ നമ്മുടെ കിച്ചൺ സിങ്കിൽ വെക്കാൻ പറ്റുന്ന പോലത്തെ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ച് നീട്ടാനൊക്കെ പറ്റുന്ന പോലത്തെ ടാപ്പില്ലേ, ആ ടാപ്പൊക്കെ ഇതെല്ലാം തൂക്കി കേട്ടോ. അതിൽ എൻ്റെ കണ്ണുടക്കി പറഞ്ഞാൽ ഒന്നാമത്തെ സാധനമാണ് ഇതിൻ്റെ ഈ മൾട്ടിപർപ്പസ് സിങ്ക് കേട്ടോ. ഇതിനകത്ത് എല്ലാ സാധനങ്ങളുണ്ട്. പച്ചക്കറി കഴുകാൻ, പാത്രം പെറുക്കി വെക്കാൻ, പിന്നെ ഇത് നമ്മുടെ കട്ടിങ് ബോർഡ്, അവിടെ ഒരു കുഞ്ഞ് പൈപ്പ്, അത് ഈ ചെറിയ നമ്മുടെ ഈ ലിക്വിഡില്ലേ അതൊക്കെ ഫിൽ ചെയ്തൊക്കെ വെക്കാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇതിനൊരു ചെറിയ ഹാൻഡ് ഷവറുണ്ട്, പിന്നെ അതിലും കുഞ്ഞൊരു ഹാൻഡ് ഷവറുണ്ട്, ഒരു വലിയ ഷവറുണ്ട് കേട്ടോ. ഇതാണ് ആ കുഞ്ഞു സാധനങ്ങളൊക്കെ. പിന്നെ തിരിച്ച് വെക്കാൻ അറിയാൻ വേഗം ഞാൻ പിന്നെ കയ്യോടെ അങ്ങ് കൊടുത്തിന്. ഇതെങ്ങാനും വീണ് ഉടഞ്ഞ് ഇത് അങ്ങ് ചാനലിനെ കൊണ്ട് വാങ്ങിപ്പിച്ച് ഇങ്ങനെ എൻ്റെ പാരിപ്പളക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങേയായിട്ട് തയ്ക്കുന്നുണ്ട് ആ മെറ്റലിൻ്റെ അത് കണ്ടോ, അതിനാണ് 9000 രൂപ, ബാക്കി 7000 രൂപയ്ക്കുള്ള കേട്ടോ. അപ്പോൾ ഇത് നല്ല വിലക്കുറവ് തോന്നുന്നു. പിന്നെ എൻ്റെ കൂടെ നടന്നിരുന്നായിരിക്കും എൻ്റെ ഏട്ടനും ഭയങ്കര വ്ളോഗെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, എന്ത് കാര്യത്തിനാണോ എനിക്കറിയില്ല. അങ്ങനെ ഞാനവിടെ കുറേ സെൽഫി ഒക്കെ എൻ്റെ സ്വന്തം ക്യാമറ, എൻ്റെ സ്വന്തം സെൽഫി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് നോക്കി. പിന്നെ അതങ്ങോട്ട് ശരിയാവാഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ അവിടെ നിന്ന് ഏട്ടനെ കൊണ്ട് ഒന്നെടുപ്പിച്ചു. കാരണം അവിടെ കടയിൽ ചെറിയ തിരക്ക് വന്ന ആൾക്കാരൊക്കെ വന്നപ്പോഴത്തേക്ക്. അപ്പോൾ പിന്നെ പുള്ളി വെറുതെ നിൽക്കുന്നതെന്നാണ് പറഞ്ഞാൽ എൻ്റെ ഒരു വീഡിയോ എടുത്തതാ, എങ്ങനെ ഇവിടെ നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ മുമ്പറോ മിന്നാമ്പുറോ ഒക്കെ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അതിന് ശേഷം വീണ്ടും ഞങ്ങൾ നോക്കണം. പിന്നെ ചില അവസരങ്ങളിൽ ഞങ്ങളുടെ വണ്ടിയുടെ താക്കോലാണ് കത്തിയായിട്ട് ഉപയോഗിക്കുക. അതിൻ്റെ പ്രത്യേക തരം കഴിവാണ് കേട്ടോ. അറക്കുന്ന കണ്ടാൽ തോന്നും നമ്മൾ വല്ല കത്തിയോ ബ്ലേഡോ ഒക്കെ ചറക്കുമായിരിക്കുന്ന ഒന്നുമല്ല. വണ്ടിയുടെ താക്കോൽ ഇങ്ങനെ ബ്ലേഡായിട്ടും കത്തിയായിട്ടൊക്കെ ഉപയോഗിക്കുന്ന നിങ്ങളിങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പറയണം കേട്ടോ. അങ്ങനെ സാധനങ്ങളെല്ലാം വാരി കൂടിക്കണം. ഷവറൊക്കെ പൊങ്ങിയിരിക്കുന്നുണ്ട് അങ്ങോട്ട് നോക്കി. അതെല്ലാം കൂടെ വാരി തൂക്കി ഒന്നും കൂടെ തൂക്കി ടോട്ടൽ എത്ര എമൗണ്ട് വരുന്നു അത് എനിക്ക് 1 രൂപ വെച്ചിട്ട് അതിന് കൊടുത്താൽ മതി, എത്ര ഗ്രാമുണ്ടെന്ന് വെച്ചാൽ. നിന്ന് ഞാൻ ക്ഷീണിച്ച് കുഴഞ്ഞ് ഹെൽമെറ്റും കൂടെ എനിക്ക് താങ്ങാനായിട്ട് തലയിൽ വെച്ച് തന്നിട്ടുണ്ട്. അതും താങ്ങി പിടിച്ചുകൊണ്ട് അവിടെ എല്ലാം നടന്ന് എനിക്ക് വയ്യാതായിട്ട് ഞാൻ അവിടെ മാറി അങ്ങനെ ഇരുന്ന് എനിക്ക് ചായ കൊടുക്കണം തോന്നി. ഞാൻ വിളിക്കുന്നത് കണ്ടിട്ടായിരിക്കും എൻ്റെ ഷാജാൻ്റെ ചായ കുടിക്കുന്നത്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബോണ്ടയും ചായയും. ഞാൻ ആ പുള്ളിക്കാരനോട് ചോദിച്ചു, ഇവിടെ ചായ മാത്രം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാരണം ഇവിടെ ഒരു പാത്രത്തിന് ഒരു പേപ്പറിനകത്ത് നിറച്ച് ഈച്ച. ഞാൻ വിചാരിച്ചാൽ ഇവർ ഈച്ച കാണിക്കാനായിട്ട് വെച്ചേക്ക് വായിക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞാൽ അതല്ല, അതിന് മരുന്നാണ്, ആ മരുന്ന് തേച്ച് ഇങ്ങനെ വച്ചിട്ട് ഈച്ച വന്നിരിക്കുന്നതാണെന്ന് പറഞ്ഞത്. ഈച്ച കളക്ഷൻ ഓക്കെ. അങ്ങനെ പെട്ടെന്ന് നമുക്ക് അവിടെ നിന്നൊരു ആദ്യം ഒരു വലിയ ബോണ്ട തന്നു. പക്ഷേ അത് കണ്ട് കല്ല് പോലെയിരുന്നു. പക്ഷേ രണ്ടാമത് വന്ന ബോണ്ട അടിപൊളി ബോണ്ടയായിരുന്നു, നല്ല സൂപ്പർ ബോണ്ടയായിരുന്നു. അതങ്ങനെ കരം വരെ ഒരെണ്ണേ വാങ്ങിച്ചല്ലോ കേട്ടോ ഞാൻ. കാരണം ഞാൻ വിചാരിച്ചു ഈ
വട്ടം കഴിക്കത്തില്ലായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഈ ഫുൾ ബോണ്ടേ ഞാൻ തന്നെ തിന്നാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും കുറച്ച് കൊടുത്തപ്പോൾ ഏട്ട് കഴിച്ച് നോക്കിയപ്പോൾ കൊള്ളാമെന്ന് മനസ്സിലായി കേട്ടോ. പിന്നെ അതിൻ്റെ പകുതി ഞങ്ങൾ കഴിച്ചു. പിന്നെ അപ്പോൾ ഒരു ബോണ്ട കൊണ്ട് തികഞ്ഞില്ല. പിന്നെ ഞങ്ങൾ ഒരു ബോണ്ടയും കൊണ്ട് വാങ്ങിച്ചു, 2 ബോണ്ട 2 പേരും എടുത്തുനിന്ന് പതിയായിട്ട്. അത് നല്ലത് 2 ബോണ്ട വാങ്ങിച്ച് 2 പേരും എടുത്തിരുന്നായിരുന്നു, നടന്നില്ല പോട്ട്. അങ്ങനെ പിന്നെ ഒരു ഗ്ലാസ് ചായ, നല്ല ചൂട് ചായ ഊതി കുത്തം കൂട്ടി കുടിക്കുന്ന പോലെ ഞങ്ങൾ കുടിച്ചു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും അപ്പോഴത്തേക്ക് കടയിൽ ചെക്കൻ വിളിച്ചത്. നമ്മളവിടെ സാധനം അല്ലാണ്ട് ബില്ലടിക്കാൻ കൊടുത്തിട്ടാണ് പോരുന്നത്. അവനെൻ്റെ വീഡിയോ പിടുത്തം സഹിക്കാൻ വയ്യാതെ അവനെന്നെ പറഞ്ഞു വിട്ട് പോയി ചായ കുടിച്ചിട്ട് തരാൻ പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ ഇരുന്നുണ്ട് ഈ ബോണ്ടയെല്ലാം ഇങ്ങനെ കറുമ്പ് ഇത് തീരുന്നില്ലേ. അങ്ങനെ തിന്ന് ഇത് തീരുമെന്ന് നോക്കട്ടെ. അങ്ങനെ ചായയും ബോണ്ടൊക്കെ ഞാൻ ഇത്തിരി സ്പീഡ് കൂടിയിട്ടോ, കാരണം തീരുന്നില്ല. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച കടയിൽ നിന്നപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഈ സാധനം പുറകിലേക്ക് പിടിക്കാനാണ് ഈ മനുഷ്യനെ കൊണ്ടുപോയത്. എന്നാലും വേണ്ടില്ല, കുറച്ച് നേരമൊക്കെ ചായയൊക്കെ കുടിച്ച് അവിടെ ഒന്ന് പുറത്തേക്ക് പോയി കറങ്ങാൻ പറ്റിയല്ല. അപ്പോൾ അത്രേ ഉള്ളൂ. വന്നപ്പോൾ പിള്ളേരുണ്ടോ ചെക്കന്മാരെ ബില്ലൊക്കെ അടിച്ചിരുന്നു. അപ്പോൾ അത്ര